بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. السلام عليكم ورحمة الله. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على رسول الكريم الأمين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഞാനൊരുപാട് ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരും വിശിഷ്ട വ്യക്തികളും എൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഇവിടെ ആദ്യമായി എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ പ്രസംഗിക്കാൻ പാടില്ല എന്ന ചിന്തയാണ്. ഇതൊരു പ്രസംഗമല്ല, വളരെ സ്വകാര്യമായി നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. തിരക്കിനിടയിൽ നമ്മളൊന്ന് തിരിഞ്ഞു നിന്ന് നമ്മളുടെ നേരെ ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മെ മുറിപ്പെടുത്തുന്നുണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ കേടുകളെ നമ്മൾ മാറ്റിവെക്കാൻ സ്വയം സന്നദ്ധരാകേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടുന്നുണ്ടാകാം. അഥവാ ഈ ചോദ്യം എന്നോടാണ്, നിങ്ങളോടല്ല. ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എൻ്റെ ഈ സംസാരം. എൻ്റെ ഈമാനിനെയും എൻ്റെ മനസ്സിനെയും ഞാനൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അതിൽ നിങ്ങളും പങ്കാളികളാകുന്നു എന്ന് മാത്രമാണ്. പ്രവാസികൾ എന്നും ഒരുപാട് മുറിവുകൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഓർമ്മകൾ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി കുറേ നേരം ഉറങ്ങുകയും ഓർമ്മകൾ സഫലമാക്കാൻ വേണ്ടി കുറേ നേരം ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ നാട്ടിലേക്ക് പോയി ലീവ് എത്ര കഴിഞ്ഞിട്ടും അയാൾ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഗൾഫിലേക്ക് തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഇയാൾ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് തിരിച്ചു വരാത്തത്, എന്തിനാണ് ലീവ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്രേ, എൻ്റെ കുട്ടിക്ക് ഒരു പല്ല് വരുന്നുണ്ട്, അതൊന്ന് കണ്ട് പൂർത്തിയായിട്ട് ഞാൻ തിരിച്ചു വരാം എന്ന്. ഓരോ പ്രവാസിയുടെയും മനസ്സിൻ്റെ സങ്കടമാണിത്. നമ്മൾ കാണുന്ന അലങ്കാരങ്ങളുടെ അപ്പുറത്ത് സങ്കടങ്ങളുടെ ശരീരമാണ് ഓരോ പ്രവാസിയും. ആർക്കൊക്കെയോ വേണ്ടി കത്തി ജ്വലിച്ച് സ്വയം ഉരുകി ഒരു ചെറിയ കാറ്റ് വരുമ്പോഴേക്ക് കെട്ടുപോകുന്ന കുറേ പാവം മനുഷ്യരാണ്. നാട്ടിലെ ആളുകൾക്ക് നിങ്ങൾ പണം പിരിച്ചെടുക്കുന്ന യന്ത്രങ്ങളാണ്. നാട്ടിലെ സമ്മേളനങ്ങളും പരിപാടികളും പ്രോഗ്രാംസും എല്ലാം വിജയിക്കുന്നു. അത് വിജയിക്കുന്നതിൻ്റെ ഒക്കെ പിന്നിൽ ഇവിടെയൊക്കെയുള്ള ചെറിയ ചെറിയ കൂടാരങ്ങളിൽ നിന്നുള്ള കണ്ണു നിറഞ്ഞ പ്രാർത്ഥനയുടെ പിൻബലമുണ്ട് എന്ന് വളരെ കുറച്ച് ആളുകളെ മനസ്സിലാക്കാറുള്ളൂ. ഏതായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ ഈ ഉദ്യമങ്ങളെ, നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവർത്തനം പോലും ഏറ്റവും മികച്ച പ്രവർത്തനമായി കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വൈകുന്നേരം ഭാര്യയുടെ തണലിലേക്കും മക്കളുടെ കൊഞ്ചലിലേക്കും ഉമ്മയുടെ അരികിലേക്കും ഉപ്പയുടെ വാത്സല്യത്തിലേക്കും വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്ന ആളുകൾ ഇതിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഉപ്പയും ഉമ്മയും ഒക്കെ ഒന്ന് തളരുമ്പോൾ അവർക്കൊരു താങ്ങായി നിൽക്കുവാൻ പോലും കഴിയാതെ
അവരുടെ സന്തോഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളിൽ മഹാഭൂരിപക്ഷവും. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ജീവിതാനുഭവങ്ങളോടാണ് സംസാരിക്കുന്നത്, കുറേ ശരീരങ്ങളോടല്ല. കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും ഒരുപാട് ജീവിതാനുഭവങ്ങളുടെ മുന്നിൽ നിന്നാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്ന ഓരോ വാക്കും ഉള്ളത്. അതുകൊണ്ട് ആ വാക്കിന് സൂക്ഷ്മത വർദ്ധിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇനി എന്നാണോ നീ വരാനിരിക്കുന്നത്? മോഹങ്ങളുടെ ഞരമ്പുകൾ മുഴുവനും ക്ഷയിച്ചു. ഓർമ്മയുടെ കണ്ണുകൾ തുറക്കാനാവുമ്പോഴൊക്കെ ഞാൻ നിന്നെ മാത്രം കാണാൻ കൊതിച്ചു, നിന്നെ മാത്രം. ഇനി എന്നാണു നീ വരാനിരിക്കുന്നത്? മോഹങ്ങളുടെ ഞരമ്പുകൾ മുഴുവനും ക്ഷയിച്ചു. ഓർമ്മയുടെ കണ്ണുകൾ തുറക്കാനാവുമ്പോഴൊക്കെ ഞാൻ നിന്നെ മാത്രം കാണാൻ കൊതിച്ചു, നിന്നെ മാത്രം. തൊട്ടിലിട്ടാട്ടിയ അരുമ സ്വപ്നങ്ങൾക്ക് എന്നെയൊന്നെത്തി നോക്കാൻ മടി. തൊട്ടിലിട്ടാട്ടിയ അരുമ സ്വപ്നങ്ങൾക്ക് എന്നെയൊന്നെത്തി നോക്കാൻ മടി. ജീവിതമൊന്ന് പകുക്കുക പോലും ചെയ്യാതെ കാൽ കീഴിൽ നേദിച്ച എൻ്റെ കിനാക്കൾക്കും വേണ്ട എന്നെ. ഒരു സാന്ത്വനം, ഒരു തലോടൽ വേണ്ട, അരികിലൊരിത്തിരി നേരം. തേഞ്ഞു നിറം കെട്ടരീ തലയിണയ്ക്കും വേനലും വർഷവും താണ്ടിയൊരീ മരക്കട്ടിലിനും കൂടി എന്നെ വെറുത്തിട്ടേ നീ വരുള്ളൂ എന്ന ഒരു പ്രവാസി സുഹൃത്തിൻ്റെ കവിതയുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഓരോ പ്രവാസിയുടെയും മനസ്സിൻ്റെ അവസ്ഥയാണ്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെളിച്ചത്തെക്കുറിച്ചാണ്. ആ വെളിച്ചം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എത്ര തന്നെ വെളിച്ചങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ ഇരുട്ടിലായി പോകും. യഥാർത്ഥത്തിൽ വെളിച്ചമാണ് ഉള്ളത്, വെളിച്ചമാണ് സത്യം. ഇരുട്ട് എന്ന് നമ്മൾ പറയുന്നത് വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. ഇരുട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് വെളിച്ചം കൊണ്ടുവരാൻ കഴിയും, പക്ഷെ വെളിച്ചമുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇരുട്ട് കൊണ്ടുവരാൻ കഴിയില്ല. അവിടെയുള്ള വെളിച്ചത്തെ ഇല്ലാതാക്കാനേ കഴിയുള്ളൂ. ഇരുട്ട് അസത്യമാണ്, വെളിച്ചമാണ് സത്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രകാശിക്കേണ്ട ഒരു വെളിച്ചത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജർമ്മനിയിൽ വളരെ പണ്ടൊന്നുമല്ല, ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജൂതനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലിയോപോൾഡ് വെയ്സ് എന്നാണ്. അദ്ദേഹവും ഭാര്യയും ഒരു ദിവസം ബെർലിൻ നഗരത്തിലൂടെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സീറ്റിൻ്റെ എതിർവശത്തെ സീറ്റിൽ ഒരു കുടുംബം ഇരിക്കുന്നുണ്ട്. ആ കുടുംബത്തെ കണ്ടാൽ തന്നെ അറിയാം അവർ വലിയ പണക്കാരാണ്, ധാരാളം സ്വത്തുള്ള ഒരു കുടുംബമാണ് അവർ എന്ന് അവരുടെ പകിട്ടും പത്രാസും കണ്ടാൽ തന്നെ അറിയാം. പക്ഷേ അവരുടെയൊക്കെ മുഖത്ത് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്, എന്തോ ഒരു വല്ലാത്ത സങ്കടം തളം കെട്ടി നിൽക്കുന്ന മുഖമാണ് അവരുടേത്. ലിയോപോൾഡ് വെയ്സ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു, എൽസ, എന്താണ് ഇവരുടെയൊക്കെ മുഖത്ത് ഇത്ര അസ്വസ്ഥതയുള്ളത്? ഇവരുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിട്ടും എന്താണ് ഇവരുടെ മനസ്സിൻ്റെ ഇത്രയും സങ്കടം? എന്തിനാണ് അവർക്കൊന്ന് സന്തോഷമായിട്ട് ഇരുന്നൂടെ എന്ന് വെച്ചു. എൽസ പറഞ്ഞു, എനിക്കറിയില്ല. അവർ ട്രെയിനിൽ നിന്നിറങ്ങി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ മനുഷ്യരുടെ മുഖം മാഞ്ഞു പോയില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യം ആ മനുഷ്യരെ കുറിച്ചായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു. ഒരു വലിയ കോളേജിലെ പ്രൊഫസറാണ്, ധാരാളം സുഖസൗകര്യങ്ങളുള്ള ആളാണ്, പക്ഷേ എവിടെയൊക്കെയോ മനസ്സിൽ അസ്വസ്ഥതയുടെ വിത്ത് മുളച്ചിട്ടുണ്ട്. ഒരു സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യം ആ എതിർവശത്തിരുന്ന ആളുകളെ കുറിച്ചായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ജീവിതത്തെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് ട്രെയിനിൽ നിന്നിറങ്ങിയിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ മനുഷ്യരുടെ മുഖം പോയില്ല. വൈകുന്നേരമായി. അദ്ദേഹവും ഭാര്യയും വീട്ടിലേക്ക് വരുമ്പോൾ ഭക്ഷണം പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാർസൽ ചെയ്ത ഭക്ഷണത്തിൻ്റെ പൊതി നിവർത്തിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൊതി ഒരു പത്രക്കടലാസായിരുന്നു. ആ പത്രക്കടലാസിൻ്റെ ഒരു കോർണറിൽ ഏതാനും വാക്കുകൾ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന കോട്ടിങ്സ് ആണ്. അദ്ദേഹം വെറുതെ വായിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് വെറുതെ വായിച്ചതാണ്. വെറുതെയാണ് വായിച്ചതെങ്കിലും ആ വായന വെറുതെയായില്ല. അദ്ദേഹം ആ വായിച്ച വാക്കുകൾ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടേയിരുന്നു. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു:
the mutual rivalry for piling up the good things of the world divert you from the more serious things until ye visit the graves. എത്ര കിട്ടിയാലും ആർത്തി തീരാത്ത മനസ്സിന്റെ ആനന്ദത്തെക്കുറിച്ചാണത്. എത്ര കിട്ടിയാലും കൊതി തീരാത്ത മനസ്സിന്റെ പൂതിയെക്കുറിച്ചാണ് പറയുന്നത്. മരിച്ചും മണ്ണടിയുന്നത് വരെ നിങ്ങളുടെ മനസ്സിൽ ആർത്തിയും ആഡംബര ത്വരയും ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ആ വാക്കുകളുടെ സാരം. ആ വാക്കുകളുടെ അവസാനം എഴുതി വച്ചിട്ടുണ്ട്, ദി ഹോളി ഖുർആൻ. വിശുദ്ധ ഖുർആൻ 102-ാമത്തെ അധ്യായം സൂറത്തു തക്കാസുറിന്റെ ആദ്യ വചനങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തക്കാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അദ്ദേഹം ഭാര്യയെ വിളിച്ചിട്ട് ചോദിച്ചു, എൽസ, നമ്മൾ ഉച്ചയ്ക്ക് ആ ട്രെയിനിൽ വെച്ച് കണ്ട മനുഷ്യരുടെ മുഖത്ത് കണ്ട ചോദ്യത്തിന്റെ ഉത്തരമല്ലേ ഈ കിടക്കുന്നത്? മനുഷ്യന്റെ പ്രശ്നം ഇതല്ലേ എന്ന് ചോദിച്ചു. ഭാര്യയും ആ വാക്കുകൾ വെറുതെ വായിച്ചു. ഭാര്യ സമ്മതം മൂളി. ഇതാണ് മനുഷ്യന്റെ പ്രശ്നം. ഹോളി ഖുർആൻ എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഖുർആൻ എന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. ഖുർആനിന്റെ ഒരു ജർമ്മൻ പരിഭാഷ കിട്ടാൻ വേണ്ടി അദ്ദേഹം 1.5 മാസമാണ് പലയിടത്തും അന്വേഷിച്ചത്. 1.5 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഖുർആനിന്റെ തർജുമ കിട്ടി. അദ്ദേഹം വെറുതെ വായിക്കാൻ തുടങ്ങി. ആ വായനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യം ഖുർആൻ വായിച്ചു തുടങ്ങിയപ്പോൾ ഖുർആൻ എന്നെ മടുപ്പിച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെയോ പറയുന്നു, ചരിത്രം പറയുന്നു, ഉപമകൾ പറയുന്നു, സംഭവങ്ങൾ പറയുന്നു, വ്യക്തികളെ പറയുന്നു, ഉപദേശങ്ങൾ പറയുന്നു, താക്കീതുകൾ പറയുന്നു. അടുക്കും ചിട്ടയുമില്ലാതെ എന്തൊക്കെയോ പറയുന്നത് പോലെ എനിക്ക് ഖുർആൻ അനുഭവപ്പെട്ടു. പക്ഷെ വീണ്ടും ഞാൻ ഖുർആനിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോ കരയുന്ന ഒരു കുഞ്ഞിന് ആ കുഞ്ഞിന്റെ അമ്മയുടെ ശബ്ദം എത്രമാത്രം വലിയ ആശ്വാസമാണോ അതിലേറെ വലിയ ആശ്വാസമാണ് കരയുന്ന മനുഷ്യന് ആ കരയുന്ന മനുഷ്യന്റെ രക്ഷിതാവിന്റെ ശബ്ദം എന്ന് എനിക്ക് അനുഭവപ്പെട്ടു. ലിയോപോൾഡ് വെയ്സിന്റെ വാക്കുകളാണ്. കരയുന്ന കുഞ്ഞിനെ നമ്മൾ ആരൊക്കെ എടുക്കാൻ നോക്കിയാലും ആ കുട്ടിയുടെ കരച്ചിൽ നിൽക്കുന്നില്ല. എന്നാൽ ആ കുഞ്ഞിന്റെ അമ്മയുടെ മാറിന്റെ ചൂട് തട്ടുമ്പോൾ ആ കുട്ടിയുടെ ശബ്ദം സ്വിച്ചിട്ടതുപോലെ നിലയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ കരയുന്ന കുഞ്ഞിന് അമ്മയുടെ ശബ്ദം പോലെ കരയുന്ന മനുഷ്യന് അസ്വസ്ഥതകളിൽ, അനുഭവങ്ങളിൽ, അസ്വസ്ഥമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യന് ആശ്വാസത്തിന്റെ ഒരേ ഒരു ആശ്രയ കേന്ദ്രം അവന്റെ രക്ഷിതാവിന്റെ ശബ്ദമാണ് എന്നാണ് ലിയോപോൾഡ് വെയ്സ് പറഞ്ഞത്. അദ്ദേഹം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ മക്കയെക്കുറിച്ച് വായിച്ചു. മക്ക കാണണമെന്നുള്ള ആഗ്രഹം പെരുത്തു. മക്കയിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു. ആ സഞ്ചാരത്തിൽ ഒരു പ്രാവശ്യം അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ നഷ്ടപ്പെടുകയോ അദ്ദേഹം ഒറ്റപ്പെടുകയോ ചെയ്ത് അദ്ദേഹം തനിച്ചാകുന്നു. ദിവസങ്ങൾ നീണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഭക്ഷണം തീർന്നുപോയി, വെള്ളം തീർന്നുപോയി, യാത്രാ വിഭവങ്ങൾ തീർന്നുപോയി, പട്ടിണി കിടക്കേണ്ടി വന്നു. പട്ടിണി കടന്ന് പിന്നെയും ദിവസങ്ങൾ തീർന്നുപോയപ്പോൾ അദ്ദേഹത്തിന് മരണത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നു. തീർച്ചയായും മരിച്ചു പോകുമെന്നൊരു ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം മറ്റൊന്നുമായിരുന്നില്ല, യാതൊരു കാരണവശാലും ഞാൻ പട്ടിണി കിടന്ന് മരിക്കൂല എന്ന് തീരുമാനിച്ച് അദ്ദേഹം പിന്നെ ചെയ്യുന്ന എന്താണ്? അദ്ദേഹത്തിന്റെ കീശയുണ്ടായിരുന്ന റിവോൾവർ എടുത്തിട്ട് നെറ്റിയുടെ നേരെ ചൂണ്ടി. തോക്കെടുത്തിട്ട് നെറ്റിയുടെ നേരെ ചൂണ്ടി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ തോക്കെടുത്ത് എന്റെ നെറ്റിയുടെ നേരെ ചൂണ്ടിയപ്പോ വിശുദ്ധ ഖുർആനിൽ വെച്ച് ഞാൻ വായിച്ചപ്പോൾ വീണ്ടും ഞാൻ വായിച്ചെന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു വചനമാണ് എന്റെ മനസ്സിലേക്ക് ആ മരുഭൂമിയുടെ വിജനതയിലൂടെ തഴുകി തലോടി കടന്നു വന്നത്. ആ വചനം ഇങ്ങനെയാണ്, വലനബലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വലനബലുവ അഖ്ബാറക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് ക്ഷമിക്കാൻ കഴിയുന്നത് എന്ന് തിരിച്ചറിയുന്നത് വരെ നിങ്ങൾക്ക് നാം പ്രയാസങ്ങൾ തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് സഹനശീലമുള്ളത് എന്ന് തിരിച്ചറിയുന്നത് വരെ നിങ്ങളെ നാം പരീക്ഷിക്കുമെന്ന് മാത്രമല്ല, വലനബലുവ അഖ്ബാറക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വരുമ്പോൾ ആ പരീക്ഷണത്തിന്റെ പേരിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്നും അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിന്റെ പേരിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നും അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിന്റെ പേരിൽ നമ്മുടെ നാവ് എന്താണ് ഉച്ചരിച്ചത് എന്നും അള്ളാഹു പരീക്ഷിക്കും. ഈ വചനം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ആ റിവോൾവർ തിരിച്ച് ഞാൻ കീശയിലേക്ക് തന്നെ തിരുകി.
എന്നെ കൊണ്ടാകാവുന്ന അത്രയും വേഗത്തിൽ മക്കയിലേക്ക് ഞാൻ നീണ്ടു നിവർന്ന് നടന്നു. ആ നടത്തം ചെന്നവസാനിച്ചത് മക്കയിലായിരുന്നില്ല, മക്കയിൽ മാത്രമായിരുന്നില്ല. ആ നടത്തം ചെന്നവസാനിച്ചത് ഇസ്ലാമിൽ കൂടിയായിരുന്നു. ലിയോപോൾഡ് വെയ്സ് മുഹമ്മദ് അസദ് ആയി. 1962 മരിക്കുന്നത് വരെ ഇസ്ലാമിക പ്രബോധനത്തിൽ നിറഞ്ഞു നിന്ന മഹാവ്യക്തിത്വമായി മാറി. 40-ലേറെ മഹാഗ്രന്ഥങ്ങൾ ഇസ്ലാമിനെ സംഭാവന ചെയ്ത അത്യുദാരനായ പണ്ഡിതനായി മാറിയ മുഹമ്മദ് അസദ് ആണ് ആ പഴയ ലിയോപോൾഡ് വെയ്സ്. ഇസ്ലാമിലേക്കുള്ള അദ്ദേഹത്തിന്റെ സഞ്ചാരത്തെക്കുറിച്ച് മനോഹരമായൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന് അദ്ദേഹം ഇട്ട പേര് റോഡ് ടു മെക്ക എന്നാണ്, മക്കയിലേക്കുള്ള പാത. ലിയോപോൾഡ് വെയ്സ് എന്ന ജൂതനായ ആ മനുഷ്യന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചമായി കടന്നു വന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ വ്യത്യസ്തമായ ആ പ്രകാശമായിരുന്നു. ഇതുപോലെ തന്നെ ഒരാളുണ്ടായിരുന്നു അമേരിക്കയിൽ. അദ്ദേഹത്തിൻ്റെ പേര് കാറ്റ് സ്റ്റീവൻസ് എന്നാണ്. കാറ്റ് സ്റ്റീവൻസ് എന്ന് കേട്ടാൽ അമേരിക്കയുടെ യുവത മുഴുവനും തുള്ളിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. അമേരിക്കൻ ജനത മുഴുവനും ആഘോഷിച്ച യുവത്വമായിരുന്നു കാറ്റ് സ്റ്റീവൻസിന്റെ യുവത്വം. ഏറ്റവും മികച്ച ഒരു പോപ്പ് ഗായകനായിരുന്നു. കാറ്റ് സ്റ്റീവൻസിന്റെ ഒരു ആൽബം ഇറങ്ങുന്നുണ്ട് എന്നറിഞ്ഞാൽ അത് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാറ്റ് സ്റ്റീവൻസിന്റെ ഒരു ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ അമേരിക്കയുടെ തെരുവോരങ്ങളിൽ കിലോമീറ്ററുകൾ നീളമുള്ള ക്യൂ ഉണ്ടാകുമായിരുന്നു. അത്രയധികം അമേരിക്കയിലെ യുവാക്കൾ ആഘോഷിച്ച യൗവനമാണ് കാറ്റ് സ്റ്റീവൻസിന്റെ യൗവനം. അദ്ദേഹത്തിന്റെ 24ാമത്തെ ജന്മദിനം. 24ാമത്തെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ അനുജൻ അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു സമ്മാനമാണ് കൊടുത്തത്. ഒരുപാട് ബാറുകളിൽ കയറിയിറങ്ങി കഴിയുന്ന അത്രയും മദ്യപിച്ച് 4 കാലിൽ കയറി വരുന്ന കാറ്റ് സ്റ്റീവൻസ് എന്ന ജ്യേഷ്ഠന് അനുജൻ ഒരു ജന്മദിന സമ്മാനം കൊടുത്തു. അത് അദ്ദേഹം ജോർദാനിൽ നിന്ന് വാങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ ഇംഗ്ലീഷ് തർജുമയായിരുന്നു. ഇത് വിശുദ്ധ ഖുർആനാണെന്ന് കേട്ടപ്പോൾ, ഹോളി ഖുർആൻ ആണെന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഭദ്രതയോടുകൂടി അദ്ദേഹത്തിന്റെ ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചു. മദ്യത്തിന്റെ ലഹരിയിലായ കാറ്റ് സ്റ്റീവൻസ് അതൊന്ന് മറിച്ചു നോക്കുക പോലും ചെയ്തില്ല. പിന്നെയും ദിവസങ്ങളിൽ നിന്നുണ്ട്, മാസങ്ങളിൽ നിന്നുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ മൊറോക്കോയിൽ അദ്ദേഹത്തിന് ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നു. ആ ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഏതാനും പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ബാഗിലിട്ടു. ആ പുസ്തകങ്ങളിലൊന്ന് ദി ഹോളി ഖുർആൻ ആയിരുന്നു. അദ്ദേഹം അത് മറിച്ചു നോക്കിയില്ല. ദിവസങ്ങളിൽ നീണ്ടു സർജറിക്ക് ശേഷം അദ്ദേഹം ഓരോ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ വെറുതെ വിശുദ്ധ ഖുർആനും എടുത്ത് മറിച്ചു നോക്കി. ഒരു വചനം, ആദ്യ അധ്യായത്തിലെ ആദ്യ വചനങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞത്. ആ വചനം ഇങ്ങനെയാണ്: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ പ്രപഞ്ചങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിന് സ്തുതി എന്നാണ്. സർവ പ്രപഞ്ചങ്ങളുടെയും രക്ഷിതാവോ, സർവ മനുഷ്യരുടെയും രക്ഷിതാവോ, ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ക്രിസ്ത്യാനികളുടെ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട്, ജൂതന്മാരുടെ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഹിന്ദുക്കളുടെ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതാദ്യമാണ് എല്ലാവരുടെയും ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത്. അദ്ദേഹം മറിച്ചു വെച്ചു. പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന് ഒരു അവിടെയുള്ള മൊറോക്കോ ബീച്ചിൽ പോകാനുള്ള അവസരമുണ്ടായി. ആ മൊറോക്കോ ബീച്ചിൽ പോയ അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു ഷിപ്പിൽ കയറാനുള്ള അവസരവും ഉണ്ടായി. ആ ഷിപ്പിൽ നിന്ന് യാദൃച്ഛികമായി അദ്ദേഹം കടലിലേക്ക് വീണുപോയി. ട്രെയിൻ ഓഫ് പീസ് എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ്: ഞാൻ ആ നടുക്കടലിലേക്ക് വീണുപോയി. കരയിലേക്ക് നീന്തി കയറാൻ എത്താവുന്നതിലും ദൂരത്താണ് ഞാൻ കിടക്കുന്നത്. എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക എന്നെനിക്കറിയില്ല. എന്നെ കൊണ്ടാകുന്ന വിധത്തിലൊക്കെ ഞാൻ ഉച്ചത്തിൽ കരഞ്ഞു. ആരെക്കൊണ്ടാണ് സഹായിക്കാൻ കഴിയുന്നത്? എല്ലാ ദൈവങ്ങളെയും ഞാൻ വിളിച്ചു നോക്കി. ആ സമയത്താണ് എവിടെ നിന്ന് ഒരു തിരമാല ആർത്തലച്ചു വന്ന് എന്നെയും കൊണ്ട് കരയിലേക്ക് ആഞ്ഞടിച്ചത്. രക്ഷപ്പെട്ട് കരയിൽ വന്ന് തങ്ങിയ അദ്ദേഹം ആ നിമിഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്: വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ട റബ്ബുൽ ആലമീൻ ആണ്. ജാതിഭേദങ്ങളില്ലാതെ, ദേശഭേദങ്ങളില്ലാതെ, വസ്ത്രഭേദങ്ങളില്ലാതെ, നിറവ്യത്യാസങ്ങളില്ലാതെ സർവ്വ മനുഷ്യരുടെയും ദൈവമായ ആ രക്ഷിതാവാണ് എന്നെ ആ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന്. അദ്ദേഹം ഓടി വന്ന് വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കി. റൂമിൽ ഓടി വന്ന് അദ്ദേഹം വിശുദ്ധ ഖുർആൻ വീണ്ടും മറിച്ചു നോക്കി. ആ വായനയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്: I was not yet a Muslim, but I felt that the only answer for me was the Quran. God has sent it to me. ഞാൻ ആ നിമിഷം മുസ്ലിം ഒന്നായിരുന്നില്ല, പക്ഷെ എനിക്ക് തോന്നി
എൻ്റെ രക്ഷിതാവ്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറക്കിയതാണ് ഈ ഖുർആൻ എന്ന്, എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആ ഖുർആൻ എന്ന് എനിക്ക് ആ നിമിഷമാണ് അനുഭവപ്പെട്ടത്. ഓരോ രാത്രിയും എൻ്റെ മനസ്സിൽ ഓരോ വിധത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും, സന്ദേഹങ്ങൾ ഉണ്ടാകും, സംശയങ്ങൾ ഉണ്ടാകും. പകലിൽ വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടാകും. കാറ്റ് സ്റ്റീവൻസ് പറഞ്ഞതാ. കാറ്റ് സ്റ്റീവൻസ് ഇസ്ലാമിലേക്ക് വന്നണഞ്ഞു. വിശുദ്ധ ഖുർആനിൽ നിന്ന് അദ്ദേഹം 2 പേരുകൾ സെലക്ട് ചെയ്തു. ഒന്ന്, എക്കാലത്തെയും യുവാക്കളുടെ മാതൃകയായ യൂസുഫ് എന്ന പേരാണ്. മറ്റൊന്ന്, കാറ്റ് സ്റ്റീവൻസ് എന്ന പഴയ ക്രിസ്ത്യാനി പയ്യന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്ന അൽ ഇസ്ലാം എന്ന പേരാണ്. യൂസുഫുൽ ഇസ്ലാം. ഇന്നും ബ്രിട്ടനിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. ഇന്ന് ഇസ്ലാമിക ലോകത്തെ സുപ്രസിദ്ധരായ മഹാപണ്ഡിതന്മാരെ, മഹാപ്രബോധകരെ എടുത്തു നോക്കുമ്പോൾ അതിൽ 15 ആളുകൾ എണ്ണുമ്പോൾ അതിൽ ഒരാൾ യൂസുഫുൽ ഇസ്ലാം ആണ്. യൂസുഫുൽ ഇസ്ലാമിന് അമേരിക്കയിലേക്ക് വിസയില്ല, അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനമില്ല. കാരണം എന്താണെന്നറിയോ? യൂസുഫുൽ ഇസ്ലാമിൻ്റെ ഒരൊറ്റ പ്രഭാഷണം മതി അമേരിക്കയിലെ ആയിരക്കണക്കിന് വരുന്ന യുവാക്കളുടെ മനസ്സിലേക്ക് ഇസ്ലാമിൻ്റെ പ്രകാശം തുളച്ചു കയറുവാൻ. അതുകൊണ്ട് യൂസുഫുൽ ഇസ്ലാമിൻ്റെ പ്രഭാഷണങ്ങൾക്ക് യൂസുഫുൽ ഇസ്ലാമിന് തന്നെ അമേരിക്കയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അമേരിക്കയിലെ ജൂത ലോബിയായ ഇവാഞ്ചലിസ്റ്റ് സഭ അവിടെയുള്ള അധികാര വൃന്ദത്തെ സ്വാധീനിച്ച് യൂസുഫുൽ ഇസ്ലാമിൻ്റെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. യൂസുഫുൽ ഇസ്ലാം, കാറ്റ് സ്റ്റീവൻസ് എന്ന ആ പഴയ ക്രിസ്ത്യാനി പയ്യന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്നത് ആ ഇസ്ലാം ആയിരുന്നു. ഇതുപോലെ ഒരാൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ജനിച്ചത് നിലമ്പൂരായിരുന്നില്ല. അദ്ദേഹം ജനിച്ചത് അരീക്കോട്ടെ വളരെ പ്രസിദ്ധമായ ഒരു മുസ്ലിം തറവാടായ മൂർഖൻ തറവാട്ടിലാണ്. 1952 അദ്ദേഹം മദിരാശിയിലെ സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കിയപ്പോൾ അത് ഏറനാട്ടിലെ ആദ്യത്തെ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. വളരെ മിടുക്കനായ വിദ്യാർത്ഥി ആയതുകൊണ്ട് അദ്ദേഹത്തിന് തിരുനെൽവേലിയിലെ ജില്ലാ ആശുപത്രിയിൽ ജോലി കിട്ടി. പക്ഷെ അദ്ദേഹം ആ ജോലി സ്വീകരിച്ചില്ല. പകരം അദ്ദേഹം ജോലി ചെയ്യുവാൻ വരുന്നത് നിലമ്പൂരിലേക്കായിരുന്നു. നിലമ്പൂരിലേക്ക് വരാനുള്ള കാരണം, നിലമ്പൂർ എന്ന് പറയുന്ന ദേശം അന്ന് കേരളത്തിലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു നാടക കേന്ദ്രമായിരുന്നു. സാമൂഹിക വിമർശന നാടകങ്ങൾ ധാരാളമായി നിലമ്പൂരിലെ അണിയറയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് നാടക കമ്പക്കാരനായ ഡോക്ടർ ഉസ്മാൻ നിലമ്പൂരിലേക്കാണ് ക്ലിനിക്ക് തുടങ്ങാൻ വരുന്നത്. ഒരു ഡോക്ടർ എന്ന നിലക്ക് പ്രസിദ്ധനാകുന്നതിനേക്കാൾ ഉസ്മാൻ പ്രസിദ്ധനായത് ഒരു നാടകക്കാരൻ എന്ന നിലക്കാണ്. അദ്ദേഹം ഒരു നാടകം എഴുതി. ആ നാടകത്തിന്റെ പേര് ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്നാണ്. ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്ന നാടകത്തിലെ നായകനെ കൊണ്ട് അദ്ദേഹം പറയിപ്പിക്കുന്നത് എനിക്കൊരു ദൈവവിശ്വാസത്തിന്റെ ആവശ്യമില്ല എന്നാണ്, എനിക്കൊരു പരലോകത്തിന്റെ ആവശ്യമില്ല, എനിക്ക് സ്വർഗ നരകങ്ങളുടെ സമ്മാനപ്പൊതികൾ ആവശ്യമില്ല എന്നാണ് ഈ ദുനിയാവിൽ ഞാൻ ഒറ്റക്കാണ് എന്ന നാടകത്തിലെ നായകൻ പറയുന്നത്. അങ്ങനെ സാമൂഹിക വിമർശന നാടകങ്ങൾ, മതനിഷേധ പ്രവണതകൾ, ദൈവനിഷേധപരമായ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ സജീവമായി പങ്കുവഹിച്ച ഡോക്ടർ ഉസ്മാൻ, ആ ഡോക്ടർ ഉസ്മാൻ ഏറ്റവും വലിയ ഒരു എതിരാളി ഉണ്ടായിരുന്നു നിലമ്പൂരിൽ. അയാളുടെ പേര് മർഹൂം KC അബൂബക്കർ മൗലവി റഹ്മഹുല്ല എന്നാണ്. KC അബൂബക്കർ മൗലവി വെറും ഒരു മൗലവി മാത്രമായിരുന്നില്ല, ശാസ്ത്രബോധമുള്ള, ചരിത്രബോധമുള്ള ഒരു പണ്ഡിതനായിരുന്നു. നിലമ്പൂരിലെ പള്ളിയിലെ ഖുത്ബകളിലൂടെ അദ്ദേഹം നിലമ്പൂരിൽ ശക്തിപ്പെടുന്ന മതനിഷേധ പ്രവണതകളെ, മതനിഷേധപരമായ നാടകങ്ങളെ വലിച്ചു കീറും. അദ്ദേഹത്തിന്റെ അതിശക്തമായ അവതരണ ഭംഗി കൊണ്ട് പല ആളുകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ പോലും തുടങ്ങിയപ്പോൾ KC അബൂബക്കർ മൗലവിയെ കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ടാണ് ഡോക്ടർ ഉസ്മാൻ പിന്നെ നാടകം എഴുതുന്നത്. KC അബൂബക്കർ മൗലവിയുടെ ഭാഷ വളരെ ഏറനാടൻ ശൈലിയുള്ള ഭാഷയാണ്. അതുകൊണ്ട് ആ ഭാഷയെ തന്നെ കളിയാക്കിക്കൊണ്ട് നാടകത്തിന് പേരിട്ടു. ആ നാടകത്തിന്റെ പേര് ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്നാണ്. ഇന്നും കേരളത്തിലെ നാടക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ സാമൂഹിക വിമർശന നാടകങ്ങളിൽ വളരെ പ്രസിദ്ധമായ നാടകങ്ങളിൽ ഒന്നാണ് ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകം. ആ നാടകത്തിന്റെ പശ്ചാത്തലം ഇതായിരുന്നു. ശരി, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഡോക്ടർ ഉസ്മാന്റെ ക്ലിനിക്കിലേക്ക് നിലമ്പൂരിലെ മുത്തപ്പന്മാരിൽ നിന്ന്, കാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. നിലമ്പൂർ കാടുകളിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രാചീന വംശമായ ചോല നായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് നിലമ്പൂർ കാടുകളിൽ ജീവിക്കുന്നത്.
അവരിൽ നിന്ന് ഒരാളാണ് ഡോക്ടർ ഉസ്മാന്റെ ക്ലിനിക്കിലേക്ക് വരുന്നത്. പരിശോധിച്ചതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തു, മരുന്ന് ഷീട്ട് എഴുതി കൊടുത്തു. ആ മരുന്ന് ഷീട്ട് ഇങ്ങനെ വാങ്ങി നോക്കിയതിന് ശേഷം ആ കാട്ടുമുത്തപ്പൻ അദ്ദേഹത്തിന്റെ കോന്തലയിൽ കൈയിട്ടു. പൈസ കൊടുക്കാൻ എന്തോ ചെറിയ ഫീസാണുള്ളത്. ആ ഫീസ് കൊടുക്കാൻ വേണ്ടി കോന്തലയിൽ കൈയിട്ടപ്പോഴാണ് അറിയുന്നത് കിലോമീറ്ററുകൾ നീണ്ട യാത്രക്കിടയിൽ കാട്ടിലെവിടെയോ ആ പണം വീണു പോയിട്ടുണ്ട് എന്ന്. അദ്ദേഹം ആകെ പരിഭ്രാന്തനായി പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ പണം എവിടെയോ വീണു പോയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും? ഡോക്ടർ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് പറ്റില്ലല്ലോ ഡോക്ടറെ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണ്ടേ? അതിന് പ്രത്യുപകാരം എന്തെങ്കിലും തരുന്നതല്ല എൻ്റെ ഒരു മര്യാദ അതാണ്. പക്ഷെ നിങ്ങളുടെ അടുത്തില്ലല്ലോ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. പൊയ്ക്കോളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അദ്ദേഹം അവിടെ തന്നെ മടിച്ചിങ്ങനെ നിന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പിന്നെ വരുമ്പോൾ തന്നാൽ മതി, ഇപ്പോൾ പൊയ്ക്കോളൂ. അപ്പൊ അയാൾ ചോദിച്ചു, ഞാൻ പിന്നെ വരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ലല്ലോ ഡോക്ടർ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ വരുമ്പോ തരാമെന്ന് പറഞ്ഞു, ഇപ്പൊ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ വരുമ്പോ തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെടാം. കിലോമീറ്ററുകൾ താണ്ടി എൻ്റെ കുടിലിലേക്ക് നിങ്ങൾ ആ കാട് കയറി 2 രൂപക്ക് വരില്ല എന്നെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞാല് ഒടയ തമ്പുരാൻ അത് കാണൂലേ ഡോക്ടറെ എന്നാണ് ചോദിച്ചത്. ഒടയ തമ്പുരാൻ അത് കാണൂലേ എന്ന് ആരോടാ ചോദിക്കുന്നത്? ഏറനാട്ടിൽ ആദ്യമായി MBBS കഴിഞ്ഞിറങ്ങിയ ഡോക്ടർ ഉസ്മാനോടാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ചെന്ന് തറച്ചത് ഡോക്ടർ ഉസ്മാന്റെ ചെവിയിലായിരുന്നില്ല, നെഞ്ചിലായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു പോയി. അദ്ദേഹം തന്നെ പറയുന്നു, കാട്ടിൽ ജീവിക്കുന്ന ആ കാട്ടുമുത്തപ്പൻ ആരാണ് ഒരു ഒടയ തമ്പുരാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്? പ്രസംഗങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരു പുസ്തകത്തിന്റെ വരി പോലും വായിക്കാൻ അറിയാത്ത ഒരാൾ എങ്ങനെയാണ്, വേദഗ്രന്ഥങ്ങളുടെ വരി കണ്ടിട്ടില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു ദൈവത്തെക്കുറിച്ച് അറിഞ്ഞത്? ഇതാണ് അദ്ദേഹം ചിന്തിച്ചത്. ദൈവത്തെക്കുറിച്ച് അറിയുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ദൈവവിശ്വാസം ഇടപെടുകയാണ്. സത്യമേ ചെയ്യാവൂ, സത്യമേ പറയാവൂ, ആരെയും വഞ്ചിക്കരുത്, ചതിക്കരുത്, കാണുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന ബോധമുള്ള വിശ്വാസമാണ്. അത്രയും ശക്തമായ ദൈവവിശ്വാസം ഈ കാട്ടുമുത്തപ്പന് പോലും ഉണ്ടായിട്ടും ഏറനാട്ടിൽ ആദ്യമായി MBBS കഴിഞ്ഞു എന്ന് അഹങ്കരിക്കുന്ന എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ദൈവവിശ്വാസം ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. പിറ്റേ ദിവസം അദ്ദേഹം ഒരു നാടകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ നാടകത്തിന്റെ പേര് ആയിഷ എന്നാണ്. കുറെ കാലമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്ന ഒരു ആശയമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. അദ്ദേഹം ആ നാടകത്തിന് പേരിട്ടു ആയിഷ. ഏറനാട്ടിൽ ആയിഷ എന്നൊരു പെൺകുട്ടി ഒരു അമുസ്ലിം ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയും ആ പ്രണയം വിജയിക്കാതെ ഈ ആയിഷ ആത്മഹത്യക്കൊരുങ്ങുകയും ചെയ്യുന്ന രംഗം ഡോക്ടർ ഉസ്മാൻ അദ്ദേഹത്തിന് നിലമ്പൂരിലെ കുന്നിൻ മുകളിലെ വീട്ടിൽ പാതിരാവിൽ ഒറ്റയ്ക്കിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചോദ്യമുണ്ടായി. ആ ചോദ്യം മറ്റൊന്നുമായിരുന്നില്ല, ഈ ആത്മഹത്യയുടെ ശേഷം ഈ ആയിഷ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ആത്മഹത്യയുടെ ശേഷം ഈ ആയിഷയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം പറയുകയാണ്, എൻ്റെ പേന നിശ്ചലമായി പോയി, എനിക്ക് എഴുതാൻ കഴിയുന്നില്ല, ഒരു വരി പോലും മുന്നോട്ട് എഴുതാൻ കഴിയുന്നില്ല, എൻ്റെ മനസ്സാകുലമായി. മരണത്തിന് ശേഷം എനിക്കെന്താണ് സംഭവിക്കുന്നത്? ഒരു ഈച്ചയെപ്പോലെ, ഒരു പ്രാണിയെപ്പോലെ, ഒരു കൊതുകിനെ പോലെ കുറച്ചു കാലം ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് മണ്ണാകുന്ന ഒരു ജന്മമാണോ എൻ്റെ ജന്മം? പിന്നെ എന്തിനാണ് എൻ്റെ ഈ സാമൂഹിക വിമർശനങ്ങൾ? പിന്നെ എന്തിനാണ് എൻ്റെ ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ? എൻ്റെ ജീവിതത്തിന് എന്തൊരർത്ഥമാണുള്ളത് എന്ന ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത്. അദ്ദേഹം ആലോചന അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു, മരണത്തിന് ശേഷം എന്തോ സംഭവിക്കുന്നുണ്ട്. പൂർത്തിയാകാത്ത ആയിഷ എന്ന നാടകം ഇന്ന് നിലമ്പൂരിലെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മരണത്തിന് ശേഷം എന്തോ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ വിമർശിച്ച KC അബൂബക്കർ മൗലവിയുടെ വീട്ടിലേക്കായിരുന്നു. KC അബൂബക്കർ മൗലവിയുടെ വീട്ടിലേക്ക് ചെന്നത് തർക്കിക്കുവാനായിരുന്നു, വീണ്ടും വീണ്ടും തർക്കിക്കുവാനായിരുന്നു. KC അബൂബക്കർ മൗലവിയോട് തർക്കിച്ചു. KC അബൂബക്കർ മൗലവി അദ്ദേഹത്തെയും കൊണ്ട് K ഉമർ മൗലവി റഹ്മത്തുള്ളാഹിയുടെ വീട്ടിലേക്ക് ചെന്നു. അവരോട് തർക്കിച്ച് അവരുടെ രണ്ടുപേരുടെ അടുത്ത് നിന്നും തിരിച്ചു പോരുമ്പോൾ ഡോക്ടർ ഉസ്മാൻ ദൈവവിശ്വാസിയായിരുന്നു എന്ന് മാത്രമല്ല, ഇന്ന് ഈ സെന്ററിന്റെ പോലും പിന്നിൽ പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ, നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ദീർഘകാലത്തെ പ്രസിഡന്റായി മാറിയ, നമ്മുടെയൊക്കെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന മഹാനായ ഡോക്ടർ ഉസ്മാൻ റഹിമഹുല്ലാ എന്ന ഒരു ചരിത്ര പുരുഷനായി മാറിയത്
ആ പഴയ കമ്മ്യൂണിസ്റ്റുകാരനായ ദൈവനിഷേധിയായിരുന്ന നാടകക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ ആയിരുന്നു. ഡോക്ടർ ഉസ്മാന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്നത് നേരത്തെ പറഞ്ഞ ആ പ്രകാശമായിരുന്നു. ഇതുപോലെ ഒരാൾ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അടിയാർ എന്നാണ്. അടിയാർ തമിഴ്നാട്ടിലെ ഒരു മഹാപ്രതിഭയായിരുന്നു. രാഷ്ട്രീയക്കാരനാണ്, സാഹിത്യകാരനാണ്, എഡിറ്ററാണ്, കവിയാണ്, കഥാകാരനാണ്, നോവലിസ്റ്റാണ്. തമിഴ്നാട് കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ച DMK-യുടെ ഏറ്റവും ആദ്യകാലത്തെ നേതാക്കളിൽ ഒരാളാണ്. ശ്രീ എം കരുണാനിധിയുടെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ്. മുരശൊലി എന്ന പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം. DMK ഒരു പ്രാവശ്യം നിരോധിക്കപ്പെട്ട സമയത്ത് ജയിലിലായ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു അടിയാർ. ജയിലിലായ സമയത്ത് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ ഭയം പറങ്ങലിച്ചു നിൽക്കുന്ന പേടിയോടുകൂടിയുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ജയിലിലെ ജീവിതം. അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയും പെരുമാറ്റ രീതിയും അടിയാറിനെ വല്ലാതെ ആകർഷിച്ചു. ആ ചെറുപ്പക്കാരൻ ഇടയ്ക്ക് രാത്രി ഒരു പുസ്തകം എടുത്ത് വായിക്കുന്നു. അടിയാർ പല പ്രാവശ്യം രാത്രി പാതിരാവിൽ ഉണർന്നു നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ ഗ്രന്ഥം എടുത്ത് വായിക്കുന്നത് കാണാറുണ്ട്. ഒരു ദിവസം പാതിരാവിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു കരച്ചിൽ കേട്ടിട്ടാണ് അടിയാർ ഉണർന്നു നോക്കുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ആ ഗ്രന്ഥം മുഖത്ത് പതിച്ചു വെച്ച് കരയുകയായിരുന്നു. ഇദ്ദേഹം ചെന്ന് ആ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ സലീം എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. സലീം പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ വിഷമം കൊണ്ട് കരയുന്നതല്ല, സന്തോഷം കൊണ്ട് കരയുന്നതാണ്. എൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ പറയേണ്ട ഒരാളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആശ്വാസം കൊണ്ട് കരയുകയാണ് എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. അടിയാർ ചോദിച്ചു, ആരോടാണ് നിങ്ങൾ പറഞ്ഞത്? ദൈവവിശ്വാസിയല്ലാത്ത അടിയാർ ചോദിച്ചു, ആരോടാണ് നിങ്ങൾ പറഞ്ഞത്? ആ സലീം ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ രക്ഷിതാവിനോടാണ് പറഞ്ഞത്, എൻ്റെ ദൈവത്തോടാണ് ഞാൻ പറഞ്ഞത്. അടിയാർ ചോദിച്ചു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഈ ഗ്രന്ഥമുണ്ടല്ലോ, ഈ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് വിശുദ്ധ ഖുർആനാണ്. ഓ, വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം അല്ലേ? അല്ല, മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമല്ല, സർവ്വ മനുഷ്യരുടെയും വേദഗ്രന്ഥമാണ്. എനിക്കത് വായിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വായിക്കാം. എനിക്കത് തൊടാൻ പറ്റുമോ? നിങ്ങൾക്ക് തൊടാം. എനിക്കത് മനസ്സിലാകുമോ? മനസ്സിലാകും. ഇത് തമിഴിലുള്ള തർജുമയാണ്. അടിയാർ ആ ഗ്രന്ഥം വാങ്ങി, വിശുദ്ധ ഖുർആൻ എടുത്തു വാങ്ങി. ഏതൊരു ഗ്രന്ഥം കിട്ടിയാലും നമ്മൾ വെറുതെ ഒന്ന് മറിച്ചു നോക്കുമല്ലോ. അദ്ദേഹം വെറുതെ ഒന്ന് മറിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് ആദ്യമായി പതിഞ്ഞത് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു ബഖറയിലെ 157-ാമത്തെ വചനത്തിൻ്റെ അവസാനത്തെ വരിയായിരുന്നു. ആ വരി ഇങ്ങനെയായിരുന്നു, ഫലാ തഖ്ശൗഹും വഖ്ശൗനി, ഫലാ തഖ്ശൗഹും വഖ്ശൗനി. നീ അവരെ ഒന്നും ഭയക്കരുത്, നീ എന്നെ മാത്രം ഭയപ്പെടുക. ആ ഒരു സാഹചര്യത്തിൽ, ആ സന്ദർഭത്തിൽ അടിയാറിന് എന്തായിരുന്നു ആവശ്യം, അതാണ് ഖുർആനിൽ നിന്ന് അദ്ദേഹം കണ്ടത്. വല്ലാത്ത ഒരു പ്രതിഭാസമായിരുന്നു അത്. 1992 അദ്ദേഹം മരിച്ചു പോകുന്നത്. 1990 അദ്ദേഹം കോഴിക്കോട്ട് വന്നിരുന്നു മുസ്ലിമായതിനു ശേഷം. 1987 അദ്ദേഹം മുസ്ലിമാകുന്നത്. 1997 അദ്ദേഹം മരിച്ചു പോകുന്നത്. കോഴിക്കോട് വന്ന സമയത്ത് അദ്ദേഹം 1.5 മണിക്കൂർ സംസാരിച്ചത് ഫലാ തഖ്ശൗഹും വഖ്ശൗനി എന്ന വാക്കിനെ കുറിച്ച് മാത്രമായിരുന്നു. ആ ആയത്ത് മാത്രമായിരുന്നു 1.5 മണിക്കൂറും അദ്ദേഹം സംസാരിച്ചത്. കാരണം എന്താണ്? അടിയാർ എന്ന ആ പഴയ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വെളിച്ചത്തിന്റെ ഇത്തിരി വട്ടമായി കടന്നു വന്ന വചനമായിരുന്നു അത്. അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല, ഭാര്യ മുത്തമ്മാൾ മുസ്ലിമായി, മകൻ സിദ്ധാർത്ഥ് മുസ്ലിമായി. തമിഴ്നാട് ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലനായ ഇസ്ലാമിക പ്രബോധകനായി മാറിയ അബ്ദുള്ള അടിയാർ ആണ് ആ പഴയ മനുഷ്യൻ. ചിറൈച്ചായിലിരുന്ന് പള്ളിവാതിൽ വരെ എന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ആത്മകഥയുണ്ട്. ചിറൈച്ചായിലിരുന്ന് പള്ളിവാതിൽ വരെ, തടവറയിൽ നിന്ന് പള്ളിവാതിൽ വരെ. ശരി, ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്കും വെളിച്ചമായി കടന്നു വന്നത് ഇസ്ലാമായിരുന്നു. ആ വെളിച്ചത്തെക്കുറിച്ച് നമ്മുടെ ഇരുട്ടിൽ നമ്മൾക്ക് എങ്ങനെയാണ് അത് വെളിച്ചമായി പ്രസരിക്കുന്നത്?
നമ്മുടെ ഓരോ കാൽ വഴിയിലും നമ്മൾക്കത് വെളിച്ചമായി തീരുന്നുണ്ടോ? നമ്മുടെ വഴികളിൽ ഓരോന്നിലും അത് വെളിച്ചമായി കടന്നു വരുന്നുണ്ടോ? ഇതാണ് ചോദ്യം. മക്കയിൽ ഒരാൾ ജീവിച്ചിരുന്നു. അയാളുടെ പേര് ഉമർ എന്ന് മാത്രമായിരുന്നില്ല, അയാളുടെ പേര് ഖത്താബിന്റെ മകൻ ഉമർ എന്നായിരുന്നു. ഖത്താബിന്റെ മകൻ ഉമർ എന്ന് കേട്ടാൽ മക്ക മുഴുവനും പേടിച്ചു പറക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഉമറിന്റെ പഴയ ദൈവവിശ്വാസത്തെക്കുറിച്ച് ഉമർ തന്നെ പറയുന്നുണ്ട്. ഉമർ മനോഹരമായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. നല്ലൊരു ശില്പിയായിരുന്നു ഉമർ. ആ ഉമർ മധുരം കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. മധുരം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരം ഉമർ ആ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കും. ഒരുപാട് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉമറിന് വിശക്കാൻ തുടങ്ങും. പിന്നെ ആ വിഗ്രഹം എടുത്തിട്ട് ഉമർ ഭക്ഷിക്കും. ഇതായിരുന്നു ഉമറിന്റെ ദൈവവിശ്വാസം. വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി കരഞ്ഞിരുന്ന ആ ഉമർ അതേ കൈകൾ കൊണ്ട് ആ വിഗ്രഹങ്ങളെ തച്ചുടച്ച ഒരു ചരിത്രമാണ് ഉമറിന്റെ ചരിത്രം. നിസ്സാരമായൊരു ചരിത്രമായിരുന്നില്ല. ഈമാൻ എന്ന അനുഭവം ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിൽ എത്രയാണ് ആഴമേറിയ സ്വാധീനം ചെലുത്തേണ്ടത്, അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു ഉമർ. പാതിരാവിലെ ഉമർ ഇറങ്ങി നടക്കും റളിയല്ലാഹു അൻഹു. ഖലീഫയായിരുന്ന കാലത്ത് പോലും പാതിരാവിൽ ഇറങ്ങി നടക്കുമ്പോൾ, ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തായ അസ്ലമിന്റെ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ചെറിയ ഇത്തിരി വട്ടം കാണുന്നുണ്ട്. അദ്ദേഹം ആ വെളിച്ചം കണ്ടിടത്തേക്ക് ചെന്നു. സലാം പറഞ്ഞു. ഒരു ചെറിയ കുടിലാണ്. സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയതൊരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ണ് മറച്ചിട്ടുണ്ട്. ഉമറിന് മനസ്സിലായി അവർ കരയുകയാണ്. ഉമർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അവർ പറഞ്ഞു, എൻ്റെ മക്കൾ കരയുന്നത് കൊണ്ട് കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് മക്കൾ കരയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, വിശപ്പ് കൊണ്ടാണ്. മടിച്ചവർ പറഞ്ഞു, വിശപ്പ് കൊണ്ടാണ്. ആ നാടിൻ്റെ ഖലീഫ, ആ നാടിൻ്റെ ഭരണാധികാരി വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നു. ഒരു ചെറിയ ചാക്ക് നിറയെ ആട്ടപ്പൊടി നിറച്ചിട്ട് അത് സ്വന്തം തോളിലേറ്റിയിട്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് തന്നെ, കിലോമീറ്ററുകൾ നീളമുള്ള വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, കുറച്ചു നേരം അടുക്കളയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിന്ന് തരണം എന്ന് പറഞ്ഞു. ആ സ്ത്രീ അടുക്കളയിൽ നിന്ന് മാറി നിന്ന് കൊടുത്തു. ആ നാടിൻ്റെ ഭരണാധികാരി, പേർഷ്യയും റോമും ഉമർ എന്ന് കേട്ടാൽ നട്ടെല്ല് പറക്കുന്ന ഒരു കാലത്ത് ആ നാടിൻ്റെ ഭരണാധികാരിയാണ് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ അടുക്കളയിൽ കയറിയിട്ട് ആ സ്ത്രീക്കും ആ സ്ത്രീയുടെ കുഞ്ഞുമക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. പത്തിരി ചുട്ട്, ചപ്പാത്തി ചുട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിയും വിളമ്പിയിട്ട് ആ ഉമ്മയെയും കുഞ്ഞുമക്കളെയും വയറ് നിറയെ അത് തീറ്റിച്ച് ആ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങുമ്പോൾ ആ നാടിൻ്റെ ഭരണാധികാരി ആ ഉമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്തു തരണം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ചെയ്തു തന്ന കാര്യമുണ്ടല്ലോ, അത് നിങ്ങളൊരാളോടും പറയരുത്. എനിക്കത് പൊരുത്തമില്ല. ഞാൻ ചെയ്യുന്ന ഒരു നല്ല അമല് പരസ്യമാകുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഒരാളോടും നിങ്ങൾ പറയരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്വകാര്യമായിരുന്ന നിങ്ങളുടെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാവപ്പെട്ടവന് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. അതിനു മാത്രം തെറ്റുകൾ, പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയവനാണ് ഞാൻ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഉമർ പടിയിറങ്ങുമ്പോൾ ആ ഉമ്മ, ആ സഹോദരി ഉമറിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിൻ്റെ ഭരണാധികാരികളാകേണ്ടത് എന്ന്. ആ നാടിൻ്റെ ഭരണാധികാരി തന്നെയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആ സഹോദരി അപ്പോൾ അറിഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭരണാധികാരിയുടെ വീട്ടിൽ നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് വരുമ്പോൾ അവിടെ ഞാൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് പരിചയപ്പെടുത്താൻ നിൽക്കാതെ ഉമർ അടുത്ത സാധുവിനെ തേടി തിരിച്ചു നടന്നു. ഇതാണ് ഉമർ. ആ നാടിൻ്റെ ഭരണാധികാരിയായിരുന്നു അത്. നമ്മൾക്കത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ആകാശത്തിൻ്റെ മുകളിലും ഭൂമിയുടെ അടിയിലും അഴിമതി നടക്കുന്ന ഒരു കാലമാണ്. ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ പാർലമെന്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ അഴിമതിയിൽ കുളിച്ചു നടക്കുന്ന ഒരു കാലമാണ്. 42 കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്ന രാജ്യത്ത് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് 2 ലക്ഷത്തോളം രൂപ കടക്കാരനായിട്ട് ആണ്. ആരാണ് രാജ്യത്തിൻ്റെ വിഭവങ്ങൾ മുഴുവനും തിന്നുമുടിച്ചത്? ഭരണാധികാരികളും അവരെ ചുറ്റിപ്പറ്റി നടന്ന ആളുകളുമാണ്, അല്ലേ? ആകാശത്തിൻ്റെ മുകളിലാണല്ലോ 2G സ്പെക്ട്രം എന്ന് പറയുന്നത്. ഭൂമിയുടെ അടിയിലാണല്ലോ ഖനനം എന്ന് പറയുന്നത്. 2G സ്പെക്ട്രത്തിൻ്റെ പേരിലാണ് 2 മന്ത്രിമാർ പുറത്തായത്, കുറേ ആളുകൾ തീഹാർ ജയിലിൽ കഴിയുന്നത്. കള്ളഖനനത്തിൻ്റെ പേരിലാണ് കർണാടകയിലൊരു മുഖ്യമന്ത്രി പുറത്തായത്. ഭൂമിയുടെ അടിയിലും ആകാശത്തിൻ്റെ മുകളിലും അഴിമതി. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ ഭരണാധികാരികൾ ഉയർന്നു നിൽക്കുന്നത്. ഇന്നും ഒരു ഭരണാധികാരി ഉണ്ടല്ലോ ഇറാനിൽ, അഹമ്മദി നജാദി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭരണാധികാരിയായി പ്രതിജ്ഞയെടുക്കുമ്പോൾ
എൻ്റെ രാജ്യത്ത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ്റെ ശമ്പളം മാത്രമേ എനിക്ക് തരാൻ പാടുള്ളൂ എന്ന്. രാജാവിൻ്റെ കൊട്ടാരങ്ങൾ, പ്രസിഡന്റിൻ്റെ അധികാരങ്ങൾ, പ്രസിഡന്റിൻ്റെ മണിമാളികകൾ, ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞൊരു ഭരണാധികാരി ഇറാനിൽ ജീവിക്കുന്നുണ്ട്. ആദർശപരമായി വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഒരേ ചോരയാണത്. ഇതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആരോ വന്ന് പറഞ്ഞു, മദീനയുടെ ഏതോ ഉൾഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ജീവിക്കുന്നുണ്ട്, അവർക്ക് ഭർത്താവില്ല, മക്കളില്ല, സഹോദരന്മാരില്ല, ആരുമില്ല, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. ഉമർ ആ നിമിഷം തീരുമാനിച്ചു അടുത്ത ദിവസം ആ ഉമ്മയുടെ വീട്ടിലെത്തണമെന്ന്. അങ്ങനെ ഉച്ചനേരത്ത് ഉമർ ആ വൃദ്ധയായ ഉമ്മയുടെ വീട്ടിലെത്തിയപ്പോഴേക്ക് ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തിട്ട് ആരോ പോയിട്ടുണ്ട്. ഉമറിനെ പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. പിറ്റേ ദിവസം അതിലേറെ നേരത്തെ അവിടെ എത്തി, അപ്പോഴും അതാരോ ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം സുബ്ഹിനാണ് വന്നത്, അപ്പോഴും അതാരോ ചെയ്തു പോയിട്ടുണ്ട്. പിറ്റേ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹിൻ്റെയും കുറേ മുമ്പ് ആ വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ വന്നിട്ടില്ല. സാധാരണ വന്ന് തിരിച്ചു പോകുന്ന ആൾ അവിടെ വന്നിട്ടില്ല. ഉമർ അവിടെ പതിഞ്ഞിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്. ഉമർ സൂക്ഷിച്ചു നോക്കി, ഉമറിന് ആളെ മനസ്സിലായില്ല, ഇരുട്ടത്താണ് നടന്നു വരുന്നത്. അടുത്തെത്തിയപ്പോൾ ഉമറിന് ആളെ മനസ്സിലായി. ഉമർ ചെന്ന് കെട്ടിപ്പുണർന്നിട്ട് അയാളോട് പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും എന്നെ ഈ വിഷയത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ആ നാടിൻ്റെ ഭരണാധികാരിയായിരുന്നു. വിശ്വാസം, ഈമാൻ എന്ന ഒരു അനുഭവം ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്, അല്ലെങ്കിൽ കുറേ മനുഷ്യരെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്, അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണിത്. ജീവിതത്തിൻ്റെ സകല വശങ്ങളിലും ആ ഈമാൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ തളച്ചു മറിഞ്ഞിരുന്നു. സൂറത്തിൽ വാഖിയ ആദ്യമായി കേട്ട ഉമർ തലമിന്നി വീണുപോയി എന്നാണ് ചരിത്രം. ഉമറിന് ബോധക്ഷയം വന്നുപോയി. അങ്ങാടിയിലൂടെ വെറുതെ നടക്കുമ്പോൾ പോലും ഉമറിൻ്റെ ചുണ്ടിൽ സൂറത്തുൽ വാഖിയയുടെ വചനങ്ങളായിരുന്നു. ആ വചനങ്ങൾ കേട്ട ഉമർ 3 ആഴ്ചയാണ് പനിച്ചു കിടന്നത് എന്നാണ് ചരിത്രം. കരഞ്ഞ് 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 ഉമറിൻ്റെ മുഖത്ത് കണ്ണുനീര് കൊണ്ട് ഒരു വെളുത്ത പാട് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഉമറിൻ്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്ന റസൂലുള്ളാഹിയുടെ ഒരു വചനമുണ്ട്, കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ. എന്തിനാണ് ഉമറെ കുറേ പ്രസംഗങ്ങൾ, എന്തിനാണ് ഉമറെ കുറേ ഉപദേശങ്ങൾ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ പോരെ ഉമറെ, മരണം തന്നെ ഒരു വലിയ ഉപദേശകനല്ലേ എന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനം ഉമർ റളിയല്ലാഹു അൻഹു മോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്നു അത്രേ, എപ്പോഴും അതൊന്ന് ഓർക്കാൻ. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്ന വചനമിറങ്ങിയ സമയത്ത് ഓരോ കുട്ടിയും, കുടിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയും നാളെ പരലോകത്ത് ചോദിക്കപ്പെടും, എന്തൊരു തെറ്റിന്റെ പേരിലാണ് മോളെ നിന്നെ കുഴിച്ചു മൂടിയത് എന്ന്. തീർച്ചയായും അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയോടും അള്ളാഹു ചോദിക്കുമെന്ന വചനം ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹിയുടെ സദസ്സിൽ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. ആ ഒരാൾ കരഞ്ഞിട്ട് ഓടിപ്പോവുകയാണ്, പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. സഹാബികളെല്ലാം തിരിഞ്ഞു നോക്കുന്നു, റസൂലുള്ളാഹി അയാളുടെ പിന്നാലെ ഓടുന്നു. ഉമറായിരുന്നു അത്, ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണ് ഉമർ ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് ഉമർ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന കാരണമെങ്ങാനും റസൂലുള്ളാഹിയോട് പറഞ്ഞാൽ റസൂൽ എന്നെ വധിക്കുവാൻ വിധിക്കും റസൂലേ, എന്നെ കൊന്നുകളയും റസൂലേ, അത്രമാത്രം വലിയ പാതകം ചെയ്ത ഒരാളാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ കേട്ടിട്ടുണ്ട് അറബികൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ച്. അവരൊരു പെൺകുട്ടി ജനിച്ചാൽ കുഴിച്ചു മൂടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിയല്ല, എല്ലാ അറബികളും അങ്ങനെ ചെയ്തിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രമായ അദീയ് ഗോത്രം മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എല്ലാ പെൺകുട്ടികളെയും കുഴിച്ചു മൂടാറില്ല. ഒന്നാമത്തെ പെൺകുട്ടിയെ ജീവിപ്പിക്കുകയും പിന്നെയുള്ള പെൺകുട്ടികളൊക്കെ കുഴിച്ചു മൂടുകയും ചെയ്യും. ആ ഗോത്രത്തിലെ വളരെ പ്രമുഖനായ ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അദ്ദേഹം പറയുകയാണ്, റസൂലേ, എനിക്കൊരു പെൺകുഞ്ഞുണ്ടായി, രണ്ടാമത്തെ എൻ്റെ പെൺകുഞ്ഞാണത്. ആ പെൺകുഞ്ഞിൻ്റെ മുഖം എൻ്റെ ഉമ്മയുടെ അതേ മുഖമായിരുന്നു റസൂലേ. എനിക്കവളെ കുഴിച്ചു മൂടാൻ കഴിഞ്ഞില്ല, എനിക്കവളെ കളയാൻ കഴിഞ്ഞില്ല റസൂലേ. ഞാൻ അവളെ വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തിയെടുത്തു റസൂലേ. എൻ്റെ ആ പിഞ്ചോമനയെ, എൻ്റെ ഉമ്മയുടെ അതേ മുഖമുള്ള ആ പിഞ്ചോമനയെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നു റസൂലേ. മറ്റാരും അറിയാതെ, ആരോരും അറിയാതെ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ വളർത്തിക്കൊണ്ടുവന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവൾ ഓടാനും ചാടാനും തുടങ്ങിയപ്പോൾ, പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവൾ ആളുകൾ കാണാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഇതാരുടെ കുഞ്ഞാണ്?
നമ്മളിതുവരെ കാണാത്തൊരു പെൺകുഞ്ഞ് ഇവിടെ ജനിക്കുന്നു, ജീവിക്കുന്നു. ആരുടെ പെൺകുഞ്ഞാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് എൻ്റെ കുഞ്ഞാണ് എന്ന്. നാട്ടിലെ പ്രമുഖരായ, എൻ്റെ തറവാട്ടിലെ പ്രമുഖരായ ആളുകളൊക്കെ എന്നോട് വന്ന് പറഞ്ഞു, ഉമറെ, നിങ്ങൾ ഈ ഗോത്രത്തിലെ പ്രമുഖനായ ഒരാളാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള കടുങ്കൈ ചെയ്യരുത്, ഇത് നമ്മുടെ ഗോത്രത്തിന് മോശമാണ്, നിങ്ങൾക്ക് അപമാനമാണ് എന്നൊക്കെ അവരെന്നോട് പറഞ്ഞപ്പോൾ ഗോത്രമഹിമ കൊണ്ട് തളച്ചുമറിഞ്ഞ എൻ്റെ മനസ്സ്, കുലപ്പെരുമ കൊണ്ട് തളച്ചുമറിഞ്ഞ എൻ്റെ മനസ്സ് ആ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടാൻ തീരുമാനിച്ചു റസൂലേ. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ട് മരുഭൂമിയിലൂടെ അതിവിജനമായ വിദൂരമായ ദേശത്തിലേക്ക് നടന്നുപോയി റസൂലേ. അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകുമ്പോൾ ഞാൻ ആ കുഞ്ഞിന് തുരുതുരാ ഉമ്മകൾ കൊടുത്തു റസൂലേ. അപ്പോഴും എൻ്റെ കുഞ്ഞെന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ഉപ്പ നമ്മൾ പോകുന്നത്? എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല റസൂലേ. എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു റസൂലേ. അതിവിദൂരമായ സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇരുത്തി റസൂലേ. അതിനുശേഷം ഞാനൊരു കുഴി വെട്ടി റസൂലേ. ആ കുഴി വെട്ടിയപ്പോഴും എൻ്റെ പൊന്നു മോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഉപ്പ നമ്മൾക്ക് ഈ കുഴി എന്ന്. എൻ്റെ മുഖം വിയർത്ത് തുടിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് വന്നിട്ട് ആ വിയർപ്പ് തുടച്ചു തന്നു റസൂലേ. മണ്ണ് എൻ്റെ മുഖത്തും ശരീരത്തിലായപ്പോൾ എൻ്റെ കുഞ്ഞ് വന്നിട്ട് ആ മണ്ണ് തട്ടിക്കളഞ്ഞു തന്നു റസൂലേ. അപ്പോഴും എൻ്റെ തീരുമാനം മാറിയില്ല റസൂലേ. കുലപ്പെരുമ കൊണ്ട്, ഗോത്രമഹിമ കൊണ്ട്, വംശീയ വെറി കൊണ്ട് എൻ്റെ മനസ്സ് നീറിയിരുന്നു റസൂലേ. എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും തറവാടിനെ കുറിച്ചുമുള്ള അഭിമാനം കൊണ്ട് നിറഞ്ഞു പൊന്തിയ എൻ്റെ മനസ്സ്, മക്കയിലുള്ള എൻ്റെ ആ അഭിമാനവും എൻ്റെ യശസ്സും ഉയർന്നു തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച എൻ്റെ മനസ്സ് ആ കുഞ്ഞിനെ കുഴിയിലേക്ക് തള്ളിയിട്ടു റസൂലേ. അപ്പോഴും എൻ്റെ കുഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട് റസൂലേ. ആ വായിലേക്ക് ഞാൻ മണ്ണിട്ടു റസൂലേ. മണ്ണ് മൂടി കരയുന്ന കുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിട്ട് ഞാൻ തിരിച്ചു പോന്നു റസൂലേ. ആ ഉമറാണ് റസൂലേ റസൂലിന്റെ മുന്നിൽ നിൽക്കുന്നത്. റസൂലിന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഉമർ തല കുനിച്ചു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താടിക്ക് പിടിച്ചിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഉമർ, നിങ്ങളുടെ ഷഹാദത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലുള്ള സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ല റസൂൽ ഉമറെ, പിന്നെന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ച് ആ ചോദ്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു. ഇതായിരുന്നു ഉമർ. വിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകൾ ആഴത്തിലൊരു മനസ്സിനെ സ്വാധീനിക്കുകയാണ്. അത് എനിക്കുള്ള വാക്കുകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായ മാറ്റമാണ് ആ സംഭവം. മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത ഖുർആനാണ് ഉമറിനെ മാറ്റിയത്. ആദ്യമായി കേട്ട വിശുദ്ധ ഖുർആൻ, മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിശുദ്ധ ഖുർആൻ ഉമറിനെ മാറ്റി. കേട്ടുകൊണ്ടേയിരിക്കുന്ന നമ്മെ എത്രമാത്രമാണ് നമ്മുടെ ജീവിത ശൈലികളിലും നമ്മുടെ ജീവിത സ്വഭാവങ്ങളിലും നമ്മുടെ സംസ്കാര രൂപീകരണങ്ങളിലും ഖുർആൻ ഇടപെടുന്നത് എന്ന് പരിശോധിക്കുവാനുള്ള ഒരു വേളയാണത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈമാൻ എന്ന അത്യസാധാരണമായൊരനുഭവമുണ്ട്. അതൊരു വെളിച്ചമാണ്. നമ്മുടെ ലോകം ഒരുപാട് വെളിച്ചങ്ങളുടെ നടുവിലാണ്. പക്ഷേ ഈ വെളിച്ചം കിട്ടാതാകുമ്പോൾ അവർ ഇരുട്ടിൽ കിടന്ന് പിടയുകയാണ്. അമേരിക്കയിലെ ജനങ്ങൾ ഒരു വർഷം കഴിക്കുന്നത് 3000 കോടി ആസ്പിരിൻ ഗുളികയാണ്. ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ മാഗസിനായ സ്പാൻ മാഗസിൻ പുറത്തുവിട്ട കണക്കാണ്. 2010 അമേരിക്കൻ ജനത ഒരു വർഷം കഴിക്കുന്നത് 3000 കോടി ആസ്പിരിൻ ഗുളിക. എന്തിനാണ് ആസ്പിരിൻ? കണ്ണുവേദനക്കോ പല്ലുവേദനക്കോ ഉള്ളതല്ലല്ലോ. ആസ്പിരിൻ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാനുള്ളതാ. സുഖാനുഭവങ്ങളുടെ നടുവിൽ തിളച്ചുമറിയുന്ന അമേരിക്കൻ ജനതയ്ക്ക്, എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി കിട്ടിയ ഒരു ജനതയ്ക്ക് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ആ അമേരിക്കയിലൊരു തെണ്ടിയായ ഒരു ഭിക്ഷകനായ മനുഷ്യന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് ഇസ്ലാം എന്നൊരു വെളിച്ചത്തിൻ്റെ പ്രാധാന്യം അറിയുന്നത്. എൻ്റെ നാടിനടുത്ത് പാലപ്പറമ്പ് എന്നൊരു പ്രദേശമുണ്ട്. അവിടെ മായൻകുട്ടി സാഹിബുണ്ട്. നിങ്ങളിൽ പലർക്കും പരിചയമുണ്ടാവും. സംഘടനാ രംഗത്തൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും അമേരിക്കയിലാണ്. നോമ്പായപ്പോൾ മോള് യാത്രകളിലൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പരിഭാഷ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ അവളുടെ കൂടെ ഒരു ഇംഗ്ലീഷ് പൗരൻ, അമേരിക്കൻ പൗരൻ ഇരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഈ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചോദിച്ചു, അത് ഏത് പുസ്തകമാണ്? അവൾ പറഞ്ഞു, ഇത് ഹോളി ഖുർആൻ ആണ്. എനിക്കൊന്ന് തരുമോ? തരാം. കൊടുത്തു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. സൂറത്തുൽ ബഖറയുടെ ആദ്യ വാക്കുകൾ അദ്ദേഹം വെറുതെ ഇങ്ങനെ വായിച്ചു. അവൾ അതായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു വാക്ക് കണ്ടു, ലാ റൈബ ഫീഹി, ലാ റൈബ ഫീഹി, ഇതിൽ സംശയങ്ങളില്ല. അപ്പം ഇയാൾ ചോദിച്ചു, സംശയങ്ങളില്ലാത്ത ഗ്രന്ഥമോ?
അതെ, സംശയങ്ങളില്ലാത്ത ഗ്രന്ഥം. എന്നാൽ ഇതെനിക്ക് വേണം. അയാൾ കൊണ്ടുപോയി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വേറെയും അത് അയാൾക്ക് കൊടുത്തു. കഴിഞ്ഞ ആഴ്ച അൽഹംദുലില്ലാ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നോക്കൂ, ഇസ്ലാമിൻ്റെ തെളിച്ചം കിട്ടാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി ആധുനിക ലോകം മാറിയിട്ടുണ്ട്. നമ്മൾ എന്തു ചെയ്യുന്നു? നമ്മുടെ ബാധ്യത, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ബാധ്യത നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ശരി, സാധാരണ നമ്മളോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് സമ്പാദ്യം എന്ന് ചോദിക്കും. ഗൾഫുകാരായ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടൊരു ചോദ്യമായിരിക്കും ഇത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് സമ്പാദ്യം? അല്ലേ, എന്താണ് സമ്പാദ്യം? ഇതാർക്കുള്ള സമ്പാദ്യത്തെക്കുറിച്ചാണ്? നമ്മൾക്കുള്ള സമ്പാദ്യത്തെക്കുറിച്ചല്ലല്ലോ ഇത്. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് സമ്പാദിച്ചു എന്നാണ് ചോദ്യം. എന്നാൽ പടച്ച തമ്പുരാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതേ ചോദ്യമാണ്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോരുത്തരും അവനവൻ്റെ നേരെ തിരിഞ്ഞു നിന്നിട്ടൊന്ന് ആലോചിക്കട്ടെ, എന്താണ് സമ്പാദ്യം ഉള്ളതെന്ന്. ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെക്കുറിച്ചല്ല, നമ്മൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ വല്യപ്പയോ വല്യമ്മയോ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. എന്താണ് അവരുടെ സമ്പാദ്യം? വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ കുടുംബത്തിലൊരു ഉമ്മമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മമ്മൻ്റെ ജീവിതം മുഴുവനും മക്കൾക്ക്, കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്ക്, ഇങ്ങനെയായിരുന്നു ജീവിതം മുഴുവനും. ആ ഉമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി. യാതൊരു പ്രത്യേക അസുഖങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് മരിച്ചുപോയി. എല്ലാവരെയും വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു മരണമായിരുന്നു അത്. എല്ലാവരും തറവാടിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. എല്ലാവരും ആ തറവാട്ടിൽ നിന്ന് പിരിയുമ്പോൾ പരസ്പരം പറഞ്ഞൊരു വാക്കുണ്ട്, എങ്ങനെയാണ് നമ്മളിനി തറവാട്ടിലേക്ക് വരിക? ഉമ്മമ്മല്ലാത്തൊരു വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് വരിക എന്ന് പരസ്പരം പറഞ്ഞിട്ട് അവർ പിരിഞ്ഞുപോയി. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ആരും അങ്ങനെയൊന്നും പറയാറില്ല. വല്ലപ്പോഴും ഒരു പെരുന്നാൾ വരുമ്പോൾ, ഒരു നോമ്പ് വരുമ്പോൾ, ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് വരാം. ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ നോമ്പിനെ കുറിച്ച്, ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ അത്താഴത്തെക്കുറിച്ച്, ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ ആ നോമ്പിന് വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ച്, ഉപ്പ ഉണ്ടായിരുന്ന കാലത്തെ ആ സന്തോഷത്തെക്കുറിച്ച് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് വരാം. നമ്മുടെ ഒന്നും മനസ്സിൽ അവരൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ സന്തോഷങ്ങളാണുള്ളത്. ശരി, ആ ഉമ്മമ്മയുടെ ഖബറിൽ ആ ഉമ്മമ്മയ്ക്ക് എന്താണ് ഉള്ളത്? ഇതാണ് ചോദ്യം. അഥവാ ഞാനും നിങ്ങളുമാകുന്ന ഈ നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്താണ് ഉള്ളത്? നമ്മുടെ സമ്പത്തിനെ ചൂണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടേതല്ലേ? നമ്മുടെ മക്കളെ ചൂണ്ടിയിട്ടാണ് നമ്മുടെ സമ്പാദ്യം നമ്മൾ പറയണമെങ്കിൽ നമ്മളൊന്ന് മരിച്ചു പോയാൽ നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ടൊന്ന് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും സമയം കാണുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യമാവുക? നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ വല്യുപ്പയുടെ, നമ്മുടെ വല്യുമ്മയുടെ ഖബറിൻ്റെ അടുത്തൊന്ന് പോയിട്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും നമ്മളാരും സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ സമ്പാദ്യമാവുക? പിന്നെ എന്താണ് നമ്മുടെ സമ്പാദ്യം? ഈ മക്കളായിരുന്നാലും സമ്പത്തായിരുന്നാലും നാളേക്കത് കൂടി നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ സമ്പാദ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ മനോഹരമായൊരു ഹദീസുണ്ട്. ഓരോ മനുഷ്യനും 3 സുഹൃത്തുക്കളുണ്ട്. ഓരോ മനുഷ്യനും. ഒന്നാമത്തെ സുഹൃത്ത് സമ്പത്താണ്. സമ്പത്ത് മനുഷ്യനോട് പറയും, എന്നോട് നിങ്ങളോട് പറയും, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നീ ജീവിക്കുന്ന കാലം മുഴുവനും നിന്റെ കൂടെ ഞാനുണ്ടാവും. പക്ഷെ നീ മരിച്ചു കഴിഞ്ഞാൽ, നിന്റെ അവസാനത്തെ ശ്വാസം ഉണ്ടല്ലോ, അതാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് നിനക്ക് കാര്യമില്ല. നിന്റെ അവസാനത്തെ ശ്വാസം വരെ എത്ര വലിയ ആശുപത്രിയിലേക്കും നിന്നെ ചികിത്സക്ക് കൊണ്ടുപോകാൻ നിന്റെ അക്കൗണ്ടിൽ പണമുണ്ട്. പക്ഷെ ആ അവസാനത്തെ ശ്വാസം വന്നു കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നിനക്കൊരു കാര്യമില്ല, അത് വേറെ ആളുകളുടേതാണ്. ശരിയല്ലേ? രണ്ടാമത്തെ സുഹൃത്ത് കുടുംബമാണ്. ഈ കുടുംബം മനുഷ്യനോട് പറയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ താക്കീത് ചെയ്യുകയാണ്. ഈ കുടുംബം എന്നോടും നിങ്ങളോട് പറയുകയാണ്, നീ പേടിക്കണ്ട, നീ ജീവിക്കുന്ന കാലം മാത്രമൊന്നുമല്ല നിന്റെ കൂടെ ഞങ്ങളുള്ളത്, നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ കൂടെ ഉണ്ടാവും. അത് ആ കാണുന്ന മരം, ആ മരത്തിൻ്റെ അതുവരെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. ഖബർസ്ഥാനിലെ മരത്തെ ചൂണ്ടിയിട്ട് കുടുംബം പറയുന്നു, അതുവരെ ഞങ്ങൾ ഉണ്ടാവും, അവിടുന്ന് അങ്ങോട്ട് നീ ഒറ്റയ്ക്ക് പോകണം.
നിന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് കയ്യിലെ അവസാനത്തെ മൺതരിയും തട്ടിക്കുടഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നെ ഞങ്ങളുടെ സന്തോഷം, പിന്നെ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ വരുമാനം, ഞങ്ങളുടെ ആനന്ദം അങ്ങനെ കഴിഞ്ഞു. നീ ഇവിടെ ഒറ്റക്കാണ്. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കായിരിക്കും, ആരും ഉണ്ടാവില്ല. മൂന്നാമത്തെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് അമലാണ്, കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളെ മനുഷ്യനോട് പറയും, നീ പേടിക്കണ്ടടോ, നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും. നീ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ഉണ്ടാവും, നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ പിന്നാലെ പിന്തുടരും. നല്ല അമല് മാത്രമാണോ പറയണത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു. ചീത്ത അമലും നമ്മുടെ പിന്നാലെ തന്നെ വരും. അപ്പോൾ എന്താണ് നമ്മുടെ സമ്പാദ്യം? അൽമാലു വൽബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക അജ്റുൻ വ ഖൈറുൻ അമല. അൽമാലു വൽബനൂൻ, നമ്മുടെ നെഞ്ചോട് നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്വത്തും സന്താനങ്ങളും നമ്മുടെ ഏറ്റവും വലിയ ആനന്ദമാണ്. ആ ആനന്ദം എന്താണ്? അള്ളാഹു പറയുന്നു, സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഹയാത്തിദ് ദുനിയ എന്നല്ല പറയണത്, സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഈ ഇഹലോകം എന്ന വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന അലങ്കാരങ്ങളാണത്. ഒരു പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ അലങ്കാരങ്ങൾ കെട്ടി തൂക്കുമല്ലോ. എത്ര ദിവസം ഉണ്ടാവും? ഒരു ദിവസം ഉണ്ടാവും, 2 ദിവസം ഉണ്ടാവും, 3-ാമത്തെ ദിവസം എടുത്ത് ഒഴിവാക്കും, അല്ലേ? ഇങ്ങനെ എടുത്തൊഴിവാക്കുന്നതാണ് ഇതൊക്കെയാണ്. ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ കുറ്റി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ആ തോല് ഇങ്ങനെ അടർന്നു പോകും, ചീഞ്ഞു പോകും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ആ വെളുത്ത ഭാഗം അങ്ങനെ ചീഞ്ഞു പോകും. എന്നാൽ എത്ര ദിവസം കഴിഞ്ഞാൽ ആ കറുത്ത ഭാഗം അവിടെ തന്നെ ഉണ്ടാവും. കാതലായ വശം എന്ന് നമ്മൾ പറയുന്ന ആ മരത്തിൻ്റെ കാതലായ ഭാഗം അവിടെ തന്നെ ഉണ്ടാവും. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അടർന്നു പോകാത്തൊരു ഭാഗമുണ്ട്, അത് അമലു സ്വാലിഹാത്തുകളാണ്. അപ്പോൾ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നമ്മൾ ചെയ്തു കൂട്ടുന്ന നല്ല കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾക്ക് അല്ലാഹുവിൻ്റെ അടുത്തേക്കുള്ളത് എന്ന്. അമലുകളല്ല, അമലു സ്വാലിഹാത്തുകൾ. അമലുകളെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. പണ്ടുള്ളതിനേക്കാളും അമലുകൾ നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട്. വളവിലും തിരുവിലും ഒക്കെ പള്ളിയാണ്. ആ പള്ളിയിൽ നിറയെ ആളുകളുണ്ട്. നിസ്കാരങ്ങൾക്കൊക്കെ എമ്പാടും ആളുകളുണ്ട്. പണ്ട് കാലത്തൊക്കെ പറയാറുണ്ട്, ജമാഅത്ത് നിസ്കാരത്തിന് എത്ര ആളുണ്ട് എന്നറിയാൻ പുറത്തത്തെ വടി ഉണ്ട് നോക്കിയാൽ മതി. കാരണം വടി കുത്തി പിടിക്കുന്ന പ്രായമാകുന്ന ആളുകളെ നിസ്കരിക്കാൻ വരിക. ഇന്നതൊക്കെ മാറി. നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം എല്ലാ പള്ളികളിലും ഉണ്ട്. പണ്ടതില്ലായിരുന്നു. എന്തുകൊണ്ടത്? പാൻറ് ഷർട്ട് വരുന്നവർ ഇപ്പോഴാണ് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുതിയ തലമുറ ആരാധനാകർമ്മങ്ങളിലേക്ക് എന്തായിട്ടുണ്ട്, കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹജ്ജിന് എത്ര കോട്ട വർദ്ധിച്ചിട്ടും പിന്നെ ആളുകൾ പുറത്താണ്. സദഖകൾ, സക്കാത്തുകൾ, ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അമലുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടത് അമലുകളല്ല. ഒരു സൊഫിൽ 10 ആളുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ 10 ആളുകളും ചെയ്യുന്നത് ഒരേ പ്രവർത്തനമല്ലേ? ഒരേപോലെ സുജൂദ്, ഒരേപോലെ റുക്കു, ഒരേപോലെയുള്ള പ്രാർത്ഥന ഒക്കെ ഒരുപോലെയാണ്. പക്ഷെ ആ 10 ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാണോ? അല്ല. 10 ആളുകൾക്കും 10 വിധത്തിലുള്ള പ്രതിഫലമാണ്. എന്തുകൊണ്ട്? എല്ലാവരുടേതും അമലാകുന്നുണ്ട്, പക്ഷെ കുറച്ച് ആളുകളുടേതേ അമല് സ്വാലിഹാത്ത് ആകുന്നുള്ളൂ, അല്ലേ? നിങ്ങൾ നോക്കൂ, നിസ്കരിക്കാൻ വരുന്ന ആളുകളോടോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടോ പറയാത്ത ഒരു കാര്യം നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളോട് പരസ്യം പറയുന്നുണ്ട്. നിസ്കരിക്കാൻ വരുന്ന ആളുകളോടല്ലത് പറയണത്, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടല്ലത് പറയണത്. നിസ്കാരം കഴിഞ്ഞ് ഇടതുകാല് വെച്ച് പുറത്തിറങ്ങുന്ന ആളുകളോട് അള്ളാഹു പറയുന്നുണ്ട്. ഇടതുകാല് നമ്മൾ സാധാരണ വെക്കാറുള്ളത് അഴുക്കുള്ള ഭാഗത്തേക്കാണ്, ബാത്റൂമിലേക്ക് ഇടതുകാലം വെക്കാറുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ നിന്നൊരാൾ ഇറങ്ങുമ്പോൾ ഇടതുകാല വെക്കണത്. കാരണം എന്താ? അഴുക്കിലേക്കാണ് ഇറങ്ങുന്നത്. ഈ പള്ളിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ വെളിച്ചവും വിശുദ്ധി ഉണ്ടല്ലോ, അത് തകർക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു അഴുക്കിലേക്കാണ് അയാൾ ഇടതുകാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അയാളുടെ കീശയിലേക്ക് വരുന്ന കാശും അയാളുടെ നാവിൽ വരുന്ന വാക്കും അയാൾ കണ്ണുകൊണ്ട് കാണുന്നതും അയാൾ കാതുകൊണ്ട് കേൾക്കുന്നതും കൈകാലുകൾ കൊണ്ട് പ്രവർത്തിക്കുന്നതും ഒക്കെ അഴുക്കുകളാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇടതുകാല് വെച്ച് പള്ളിയുടെ പുറത്തിറങ്ങുന്ന ആളോട് പടച്ചോൻ പറയുന്നത് എന്താ? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കസീറ. ഇനി പടച്ചോനെ ആലോചിക്കണം എന്നല്ല പറയണത്, ഇനി പടച്ചോനെ കുറിച്ച് ധാരാളമായി ഓർക്കണം. കാരണം എന്താണ്? ഇനി അള്ളാഹുവിനെ ധാരാളമായി മറക്കാൻ സാധ്യത ഉണ്ട് എന്നാണ്.
ഒരു നല്ല കാര്യം ചെയ്യാൻ അധികം ഈമാനൊന്നും വേണ്ട. എന്നൊരു ചീത്ത കാര്യം ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഈമാൻ ആവശ്യമുണ്ട്. പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് അധികം ഈമാനൊന്നും അധികം ഭക്തിയൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾ ഹറാമായ ഇടപാടുകളിൽ നിന്നും ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഹറാമായ ദൃശ്യങ്ങളിൽ നിന്നും കണ്ണും മനസ്സും കൈകാലുകളും മാറ്റണമെന്നുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് കയറിപ്പോകാൻ അയാൾക്ക് ആവശ്യമായ ഈമാനിൻ്റെ ഒരു 10 ഇരട്ടി ഈമാനെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വദ്കുറുല്ലാഹ കസീറ. നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളോടോ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ആളോടോ പറയാത്ത ഒരു കാര്യം ആ നോമ്പെല്ലാം നോറ്റ് കഴിഞ്ഞ ആളോടല്ല പറയുന്നുണ്ട്. വലി തുക്കുമിലുൽ ഇദ്ദത വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. പടച്ചവനാണ് വലുത് എന്നറിയാനായിരുന്നു ഈ പ്രവർത്തനം. വെള്ളമായിരുന്നു വലുത് എങ്കിൽ ആ വെള്ളം ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു. ഭക്ഷണമായിരുന്നു പ്രധാനമെങ്കിൽ ആ ഭക്ഷണം ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു. ശരീരത്തിൻ്റെ പലതരത്തിലുള്ള മോഹങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിരുന്നു വലുത് എങ്കിൽ അതൊന്നും നമുക്ക് തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയല്ലോ. പിന്നെ ആരാണ് വലുത്? അല്ലാഹു. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. പടച്ചവനാണ് വലുത് എന്നറിയാനാണ് ഈ 30 ദിവസത്തെ പകലുകളിൽ വ്രതമനുഷ്ഠിച്ചത് എന്നാണ് പടച്ചവൻ പറയുന്നത്. ഹജ്ജിന് വരുന്ന ആളുകളോടോ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടോ പറയാത്തൊരു കാര്യം, ഹജ്ജ് കഴിഞ്ഞ് ഇഹ്റാമിൻ്റെ വസ്ത്രം അഴിച്ചു വെച്ച് നാട്ടിലേക്ക് പോകാൻ വിമാനം കാത്തിരിക്കുന്ന ആളോട് പടച്ചവൻ പറയുന്നുണ്ട്. ഫഇദാ ഖളൈതു മനാസിക്കക്കും വദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. ഇനി പടച്ചവനെ നല്ലോണം ആലോചിക്കണം കേട്ടോ എന്ന്. പണ്ട് കാലത്ത് ഹജ്ജ് കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെയും പിതാമഹന്മാരെയും വിളിച്ച് നിങ്ങൾ അവരെ ഓർക്കുന്നതിനേക്കാൾ ശക്തമായി, ജാഹിലിയത്തിൽ അവർ പിതാക്കളെയും പിതാമഹന്മാരെയും വിളിച്ച് പറയുന്നതിനേക്കാൾ ശക്തമായി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹു എന്ന ഓർമ്മ നിരന്തരമായി ഇനി പ്രതിസ്പന്ദിച്ചു കൊണ്ടിരിക്കട്ടെ. കാരണം എന്താണ്? അല്ലാഹു എന്ന ഓർമ്മ പല വിധത്തിൽ തകരാൻ സാധ്യതയുള്ള നാട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് അല്ലേ? അപ്പം നിസ്കാരം എന്ന 3-4 മിനിറ്റ് നമ്മൾ ചെലവഴിച്ചത് എന്തിനാണ്? ഒരു ദിവസം 24 മണിക്കൂറാണ്. ഈ ദിവസത്തെ എല്ലാ നിസ്കാരങ്ങളുടെയും സമയം ഒന്ന് 5 നേരത്തെ നിസ്കാരത്തെ സമയത്ത് കൂട്ടി നോക്കിയാൽ അത് 24 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 24 മണിക്കൂറിൽ 24 മിനിറ്റ് മാത്രമല്ല ഞാൻ ആലോചിച്ച പോരല്ലോ. ഈ 24 മിനിറ്റ് നമ്മൾ ചെലവഴിച്ചത് ഈ 24 മണിക്കൂറിലേക്കും വേണ്ടിയായിരുന്നു. അപ്പോൾ ഇബാദത്തുകളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ അതാണ് എന്നർത്ഥം. ശരി, അപ്പൊ സമ്പാദ്യം എന്താണ് എന്ന മനുഷ്യന്റെ ഒരു ചിന്തയുണ്ട്, എൻ്റെയും നിങ്ങളുടെയും ഒരു ആലോചനയുണ്ട്. ആ ആലോചനയാണ് അമലു സ്വാലിഹാത്തുകളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. വളരെ സ്വകാര്യമായ നല്ല അമലുകൾ ചെയ്യാനാണ് അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. സ്വകാര്യമായ നല്ല അമലുകൾ. പരസ്യമായി നമ്മൾ ചെയ്യുന്ന ഒരു അമലുണ്ട്, അത് നിസ്കാരമാണ്. എന്നാൽ ആ നിസ്കാരത്തെക്കുറിച്ചാണ് ആത്മാർത്ഥത നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരെ കുറിച്ച് പറയുന്നുണ്ട്, നിസ്കാരത്തെക്കുറിച്ച് ഭക്തിയില്ലാത്തവരെ കുറിച്ച് പറയുന്നുണ്ട്, നിസ്കാരത്തിൽ അലസരായി കഴിയുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണ്? അത് പരസ്യമായ അമലാണ്. പരസ്യമായ അമലിൽ ആത്മാർത്ഥത നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്നതുകൊണ്ട് തീർച്ചയായും പരസ്യമായി ചെയ്യേണ്ട നിസ്കാരത്തിൽ ആത്മാർത്ഥത കുറഞ്ഞു പോകരുത് കേട്ടോ എന്ന് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പം രഹസ്യമായ നല്ല അമലുകളെ പെരുപ്പിക്കേണ്ട കാലമാണ് റമദാൻ. കാരണം റമദാൻ രഹസ്യമാണ്.